ഹലോ ഓൾ, മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുവാണ്. സോ നമ്മുടെ ബയോ കെമിസ്ട്രിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പെസിമെൻ കളക്ഷൻ പ്രോസസ്സിംഗ് എന്ന ടോപ്പിക്കിൽ ബ്ലഡ് കളക്ഷൻ മെത്തേഡ്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. നമ്മൾ മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് മെത്തേഡ് നോക്കി. ഏതൊക്കെ ബ്ലഡ് കളക്ഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത്? ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ, വീനസ് ബ്ലഡ് കളക്ഷൻ, കാപ്പിലറി ബ്ലഡ് കളക്ഷൻ. അപ്പോൾ മെയിനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലഡിനെ എങ്ങനെ കളക്ട് ചെയ്യാം എന്ന 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചു. ആൻഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക ആ കളക്ട് ചെയ്ത ബ്ലഡിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണം. ഏകദേശം പ്രോസസ്സിങ്ങും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. അതിൽ നിന്നും ആ ബ്ലഡിൽ നിന്നും എങ്ങനെ സെറം എടുക്കും, എങ്ങനെ പ്ലാസ്മ എടുക്കും, അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ പ്രോസസ്സിങ്ങും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് സ്റ്റോറേജ് എങ്ങനെയാണ്, അതിൻ്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് എന്ന് പഠിക്കാനുണ്ട്. ഒപ്പം ആൻറ്റി കൊയാഗുലൻസിനെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ബ്ലഡിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ബ്ലഡിൻ്റെ കമ്പോണൻസ്? അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ ഉണ്ടല്ലോ, സെൻട്രിഫ്യൂഗേഷൻ ചെയ്തിട്ടുള്ള ബ്ലഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെൻട്രിഫ്യൂഗേഷൻ എന്ന പ്രോസസ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സൊല്യൂഷനിലുള്ള സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബ്ലഡിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ് ആൻറ്റി കൊയാഗുലേറ്റഡ് ബ്ലഡിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? അപ്പോൾ താഴെ ഏറ്റവും താഴെ നമുക്ക് RBC ആണ് കാണുന്നത്. അതുകൊണ്ടാണ് അത് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും താഴെ RBC വരാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ RBC ആണ് ബ്ലഡിൽ ഏറ്റവും കൂടുതൽ ഹെവിയർ, കനം കൂടുതലുള്ള സാധനം. അപ്പോൾ അതുകൊണ്ട് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ RBC എന്തായിരിക്കും, താഴെ പോയിട്ട് സെറ്റിൽ ചെയ്ത് കിടക്കും. അപ്പോൾ ഏകദേശം 45% ആയിരിക്കും ഇവിടെ എന്തുണ്ടായിരിക്കുക, RBC ഒരു സെൻട്രിഫ്യൂജ് ചെയ്ത ബ്ലഡിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ മെയിലാണെങ്കിൽ അത് 47%, ഫീമെയിലാണെങ്കിൽ 43%ആണ് RBC ഉണ്ടായിട്ടിരിക്കുക. ഓക്കെ, പിന്നെ നോക്കൂ, അതിൻ്റെ തൊട്ട് മേലെ നമുക്കൊരു യെല്ലോ കളറിൽ ഒരു ചെറിയൊരു ലെയർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആ ലെയറിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ബഫി കോട്ട് എന്നാ പറയുന്നത്. എന്താണ് ലെയറിൻ്റെ പേര്? ബഫി കോട്ട്. ആ ബഫി കോട്ട് നോക്കൂ, വളരെ കുറച്ച് മാത്രം, ലെസ് ദാൻ 1%, വളരെ കുറച്ച് മാത്രമാണ് ബഫി കോട്ട് ഉണ്ടായിരിക്കുക. ഈ ബഫി കോട്ട് എന്നുള്ളത് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ബഫി കോട്ടിലുണ്ട്. അതെന്തൊക്കെയാണ്? അതിൽ WBC ഉണ്ട്. WBC എന്ന് പറയുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽ. ഏതൊക്കെ വൈറ്റ് ബ്ലഡ് സെൽ ഉണ്ട്? ലിംഫോസൈറ്റ്സ് ഉണ്ടായിരിക്കും, ഗ്രാനുലോസൈറ്റ്സ് ഉണ്ടായിരിക്കും, മോണോസൈറ്റ്സ് ഉണ്ടായിരിക്കും, അതുകൂടാതെ പ്ലേറ്റ്ലെറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ബഫി കോട്ടിൽ എന്താ ഉണ്ടായിരിക്കുക? WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ് ആണ് ബഫി കോട്ടിൽ ഉണ്ടായിരിക്കുക. ആൻഡ് ഏറ്റവും മേലെ എന്ത് ലെയർ? നമുക്ക് ആൻറ്റി കൊയാഗുലേറ്റഡ് ബ്ലഡ് ആയതുകൊണ്ട് തന്നെ മേലെ നമുക്ക് എന്ത് ലെയർ കിട്ടും? പ്ലാസ്മ ലെയർ ആണ് കിട്ടുന്നത്. പ്ലാസ്മ എത്രത്തോളമാണ് ഉണ്ടായിരിക്കുക? 55%. അതായത് കൂടുതലും എന്താണ്, പ്ലാസ്മയാണുള്ളത് അല്ലേ. ഇനി പ്ലാസ്മ മെയിലാണെങ്കിൽ 52ഉം ഫീമെയിലിൽ എത്ര പെർസെൻറ്റേജ് ആണ്? 57%. ഫീമെയിലിൽ പ്ലാസ്മ കൂടുതലാണ് ഉണ്ടായിരിക്കുക. ഇനി പ്ലാസ്മയിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? പ്ലാസ്മ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബ്ലഡിൻ്റെ ലിക്വിഡ് പോർഷൻ ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. സോ ലിക്വിഡ് പോർഷൻ ആയതുകൊണ്ട് തന്നെ പ്ലാസ്മയുടെ 91 അല്ലെങ്കിൽ 92% വാട്ടർ ആയിരിക്കും. ലിക്വിഡ് പോർഷൻ ആണെന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആകുമ്പോൾ അതിൽ കൂടുതലും എന്തായിരിക്കും? വെള്ളമായിരിക്കും അല്ലേ. സോ പ്ലാസ്മയുടെ 92% എന്താണ്? വാട്ടർ ആണ്. ബാക്കി വരുന്ന ഒരു 8% എന്തൊക്കെയായിരിക്കും? പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. ആൽബുമിൻ, ഗ്ലോബുലിൻ പോലത്തെ പ്രോട്ടീൻസ് ഒരു 6 മുതൽ 7% വരെ ഉണ്ടായിരിക്കും. പിന്നെ അതുകൂടാതെ സോൾട്സ് ഉണ്ടായിരിക്കും കുറച്ച്, അതുകൂടാതെ ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കും. പിന്നെ ഇതുകൂടാതെ വേറെ വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. യൂറിയ പോലത്തെ വേസ്റ്റ് പ്രൊഡക്ട്സും ഒക്കെ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? നമ്മുടെ ബ്ലഡിൻ്റെ കമ്പോണൻസ് വരുന്നത്. ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ, ആൻറ്റി കൊയാഗുലേറ്റഡ് ബ്ലഡ് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? സ്പെസിമെൻ ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ് ആൻഡ് ഷിപ്പിംഗ്, ഇത്രയും കാര്യങ്ങൾ നോക്കാം. സ്പെസിമെൻ എങ്ങനെയാണ് കളക്ട് ചെയ്യുക, എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഹാൻഡ്ലിങ്ങും അതേപോലെ എങ്ങനെ സ്റ്റോർ ചെയ്യാം, എങ്ങനെ ഷിപ്പ് ചെയ്യാം, അത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമാണ് സ്പെസിമെൻ ഹാൻഡ്ലിംഗ് ആണ് നോക്കുന്നത്. സ്പെസിമെൻ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം, അതായത് ബ്ലഡ് സ്പെസിമെനെ നമ്മൾ എങ്ങനെയൊക്കെ കീപ്പ് ചെയ്യാം, എങ്ങനെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എങ്ങനെ നല്ലൊരു കണ്ടീഷനിൽ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന് ഫുള്ളി നമ്മൾ പറയുന്നതാണ്
കോൾഡ് ചെയിൻ എന്ന്. നമ്മുടെ ബ്ലഡ് സ്പെസിമെനെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോൾഡ് ചെയിൻ എന്നാണ് വിളിക്കുന്നത്. സോ നമ്മൾ എങ്ങനെ വേണം ബ്ലഡ് സ്പെസിമെൻസിനെ എങ്ങനെ വേണം ഹാൻഡിൽ ചെയ്യാൻ? കോൾഡ് ചെയിൻ പ്രിസർവേഷൻ യൂസ് ചെയ്തിട്ട് വേണം ബ്ലഡ് സ്പെസിമെനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കോൾഡ് ചെയിൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? നമ്മുടെ സ്പെസിമെൻ്റെ സ്റ്റോറേജ് ഉണ്ടായിരിക്കും, എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാം ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, എങ്ങനെ കറക്റ്റ് ടെമ്പറേച്ചറിന് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാം, അങ്ങനെ കംപ്ലീറ്റ് ആ ഒരു ബ്ലഡ് സ്പെസിമെനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ സ്റ്റോർ ചെയ്യാം, എങ്ങനെ ഷിപ്പ് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് എന്ത്? നമ്മുടെ കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, ഒരു കോൾഡ് ചെയിൻ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പേഷ്യൻറ്റിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്തു. ബ്ലഡ് കളക്ട് ചെയ്താൽ നമുക്ക് ഇപ്പോൾ ആ ബ്ലഡിൽ നിന്നും സെറമാണ് വേണ്ടത് എന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആൻറ്റി കൊയാഗുലൻ്റ് കോട്ട് ചെയ്യാത്ത ട്യൂബിലായിരിക്കും നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് അതിൽ ക്ലോട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു 20 to 30 minutes ആ ബ്ലഡിനെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അതിനെടുത്തിട്ട് എന്ത് ചെയ്യുക? സെൻട്രിഫ്യൂജ് ചെയ്യുക. സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ സാമ്പിളിനെ നമ്മൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറൈൽ കണ്ടെയ്നറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ മാറ്റുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അതിനെ ഇപ്പം നമ്മൾ അപ്പം തന്നെ ആ മാറ്റി അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതിനെ നമ്മൾ എന്ത് ചെയ്യുക? റെഫ്രിജറേറ്ററിൽ നമ്മൾ ചൂസ് ചെയ്യണം. ഒരു 5 degree Celsius അല്ലെങ്കിൽ 3 degree Celsius അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സാമ്പിളിന് വേണം നമ്മൾ ആ ഒരു ടെമ്പറേച്ചറിൽ വേണം നമ്മുടെ സാമ്പിളിനെ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉണ്ടല്ലോ നമ്മളൊരു 4 മണിക്കൂറിന് ശേഷമൊക്കെയാണ് നമ്മൾ ആ ഒരു സാമ്പിൾ എടുത്തിട്ട് അനലൈസ് ചെയ്യുന്നുള്ളൂ. 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ സാമ്പിളിനെ അനലൈസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സാമ്പിളിനെ നമ്മൾ ഫ്രീസ് ചെയ്യാണ് വേണ്ടത്. -20 degree Celsius വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സാമ്പിളിനെ ഫ്രീസ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി ഈ ഒരു സാമ്പിളിന് നമ്മൾ നമ്മുടെ ലാബിൽ വെച്ചിട്ടല്ല ടെസ്റ്റ് ചെയ്യും, നമ്മൾ വേറെ പുറത്തേക്ക് അത് അയക്കാൻ പോകും. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നുണ്ടല്ലോ നമ്മുടെ കുറേ വൈറോളജി സാമ്പിൾസ് ഒക്കെ നമ്മൾ പൂനെയിലൊക്കെ അയക്കുന്നുണ്ട് അല്ലേ നമ്മുടെ കേരളത്തിൽ. അപ്പം അങ്ങനെ നമ്മൾ ലാബിൽ ഇവിടുന്ന് ചെയ്യുന്നില്ല, പകരം അതിനെ ഷിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഷിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെറം സാമ്പിൾസിന് എന്ത് ചെയ്യണം? ഫ്രോസൺ ആക്കിയിട്ട് കോൾഡ് ബോക്സസിൽ വേണം നമ്മൾ ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് സെറത്തിൻ്റെ പ്രോസസ്സിങ്ങും ഹാൻഡ്ലിങ്ങും സ്റ്റോറേജും ഒക്കെ വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബ്ലഡിലെ പ്ലാസ്മയാണ് നമുക്ക് വേണ്ടത് എന്ന് വിചാരിക്കാം. പ്ലാസ്മയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുക. സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് അതിലത്തെ സാമ്പിളിനെ നമ്മൾ നല്ലൊരു ക്ലീൻ ആയിട്ട് സ്റ്റെറൈൽ കണ്ടെയ്നറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് നേരത്തെ നമ്മൾ സെറത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് അപ്പം തന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല, പകരം 4 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെയാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ, ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്ലാസ്മയെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 3 degree Celsius അല്ലെങ്കിൽ 5 degree Celsius അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആഫ്റ്റർ 4 hours ടെസ്റ്റ് ചെയ്യുന്നുള്ളതെങ്കിൽ നമ്മൾ അതിനെ -20 degree Celsius നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യണം. ഇനി അതുമല്ല, ഓക്കെ, ഇനി നമ്മൾ അതിന് ഷിപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രോസൺ ആക്കിയിട്ട് കോൾഡ് ബോക്സസിൽ വേണം ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സെറം പ്ലാസ്മയല്ല, നമ്മുടെ സാമ്പിൾ നമുക്ക് ബ്ലഡിൽ നിന്നും വേണ്ടത് ഡ്രൈ ആയിട്ടുള്ള ബ്ലഡ് സ്പോട്ടാണ് നമ്മൾ വേണ്ടതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാർഡാണ് ഡ്രൈഡ് ബ്ലഡ് സ്പോട്ട് കാർഡ് വേണം യൂസ് ചെയ്യാൻ. അതിലൊരു 3 to 4 hours നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു കാർഡിൽ നമ്മുടെ ബ്ലഡിനെ നമ്മൾ കീപ്പ് ചെയ്യണം. അതിനുശേഷം 4 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഒരു കാർഡിനെ എടുത്തിട്ട് നമ്മൾ സിപ്പുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗിലാണ് വെക്കേണ്ടത്. ആ പ്ലാസ്റ്റിക് ബാഗിൽ എന്തുണ്ടായിരിക്കണം? ഡെസിക്കൻ്റ് ഉണ്ടായിരിക്കും. ഡെസിക്കൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അവിടെ എന്തെങ്കിലും മോയ്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വലിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ഡെസിക്കൻ്റ്. അപ്പോൾ ഡെസിക്കൻ്റും ഉണ്ടായിരിക്കണം. അതേപോലെ ആ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ എന്താണ് ഹ്യൂമിഡിറ്റി അറിയാൻ വേണ്ടിയിട്ട് അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈഡ് ബ്ലഡ് സ്പോട്ട് സാമ്പിൾസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് അതും ഇതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് ബാഗിലൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചറിൽ വെക്കുക. ഇനി ആഫ്റ്റർ 4 hours ആണെങ്കിൽ ഫ്രീസ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഷിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് എന്ത് കോൾഡ് ചെയിൻ സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാ ബ്ലഡ് സാമ്പിൾസും ഉണ്ടല്ലോ ഹീറ്റിന് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ
സാമ്പിൾസ് എങ്ങനെ ഹീറ്റുമായിട്ട് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പിൾസിൽ ഡിറ്റീരിയോറേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിലുള്ള കമ്പോണൻസ് ഒക്കെ എന്താവും, ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ തെറ്റിപ്പോകും. അതേപോലെ ബ്ലഡിലുള്ള ചില കമ്പോണൻസ് എന്താണ്, ലൈറ്റിനും സെൻസിറ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ റെറ്റിനോൾ എന്താ, വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എൻ്റെ എന്താണ്, ആൽക്കഹോൾ ഫോം ആണ് റെറ്റിനോൾ. അപ്പോൾ അതൊക്കെ എന്താണ്, ലൈറ്റുമായിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ എന്താണോ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് നമുക്കറിയാലോ, അതിനനുസരിച്ചിട്ട് വേണം ഓരോ സാമ്പിളും നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ചിലപ്പോൾ ഫ്ലൂറസൻ ലൈറ്റിലേക്ക് എങ്ങാനും കുറേ നേരം നമ്മുടെ സാമ്പിൾസിനെ എക്സ്പോഷർ ചെയ്ത് വെച്ചാൽ അപ്പോഴും ബ്ലഡിലുള്ള കമ്പോണൻസ് ഡാമേജ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അത് ഹീറ്റിൽ ഒന്നും എക്സ്പോഷർ വരാൻ പാടില്ല, ലൈറ്റിലേക്ക് നല്ലോണം എക്സ്പോഷർ വരാൻ പാടില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം സാമ്പിൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് സാമ്പിൾ സ്റ്റോറേജ് ആണ് പറയുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്യുന്നില്ല, 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെറം സാമ്പിൾസും പ്ലാസ്മ സാമ്പിൾസും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് വേണ്ടത്. ടെമ്പറേച്ചർ എത്രയാണ്, 5 ഡിഗ്രി ± 3 ഡിഗ്രി സെൽഷ്യസ്. ഈ ഒരു ടെമ്പറേച്ചറിൽ വേണം 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സെറം അല്ലെങ്കിൽ പ്ലാസ്മ സ്പെസിമെൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാമ്പിൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെൻട്രിഫ്യൂഗേഷനൊക്കെ ചെയ്തു, എന്നിട്ട് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നില്ല എന്നെങ്കിൽ നമ്മൾ അതിനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പോൾ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ അതിനെ റെഫ്രിജറേറ്റ് ചെയ്യണം. അതേപോലെ ഈ സ്പെസിമെൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ ഗ്ലാസ് ട്യൂബ്സിൽ സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്യൂബിൽ സ്റ്റോർ ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഈ ഒരു ടെസ്റ്റിനുണ്ട്, അതായത് ഇന്ന ടെസ്റ്റിന് ഈ ഒരു സാമ്പിൾ ഇന്ന സാധനത്തിൽ സ്റ്റോർ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ സാധനം യൂസ് ചെയ്യുക. സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻസും തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സ്പെസിമെൻസിനെ ഗ്ലാസ് ട്യൂബ്സിലോ പ്ലാസ്റ്റിക് ട്യൂബ്സിലോ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നല്ലത് എന്താണ്, പ്ലാസ്റ്റിക് ട്യൂബ് യൂസ് ചെയ്യുന്നതാണ്. ഇനി ഫ്രോസൺ സ്പെസിമെൻ ആണ്, അതായത് നമ്മൾ പറയാണ് 4 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ആ ഒരു സാമ്പിളിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ സെറം സ്പെസിമെൻ ആയാലും പ്ലാസ്മ സ്പെസിമെൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഫ്രോസൺ ചെയ്ത് വെക്കണം. എത്ര, -20 ഡിഗ്രി സെൽഷ്യസിൽ വേണം നമ്മൾ നമ്മുടെ സെറം സ്പെസിമെനെയും പ്ലാസ്മ സ്പെസിമെനെയും ഒക്കെ ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതും അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു ബ്ലഡിനെ അതിൽ സെൽസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ സ്പെസിമെനെ ഫ്രീസ് ചെയ്ത് വെക്കണം. അതേപോലെ എപ്പോഴും ഫ്രീസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ട്യൂബ്സിൽ വേണം നമ്മുടെ സാമ്പിളിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്ലാസ് ട്യൂബ്സ് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഈ ഫ്രീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിലുള്ള കണ്ടൻസ് ഒക്കെ കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് കാരണം നമ്മുടെ ഗ്ലാസ് ട്യൂബ്സ് ഒക്കെ ചിലപ്പോൾ അതിലുള്ള കണ്ടൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക് ട്യൂബ്സ് തന്നെ യൂസ് ചെയ്യുക. സ്പെസിഫിക് ആയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ സാമ്പിൾസിനെ പ്ലാസ്റ്റിക് ട്യൂബ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതേപോലെ നമ്മൾ ട്യൂബ് വെക്കുമ്പോൾ എന്താണ്, ഒരു 45 ഡിഗ്രി ആംഗിളിൽ വേണം, ഒന്ന് കുറച്ചെടുത്തിട്ട് ചരിച്ചിട്ട് വേണം നമ്മുടെ പ്ലാസ്റ്റിക് ട്യൂബിനെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ സ്പെസിമെനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് നമ്മൾ സ്പെസിമെൻ സ്റ്റോറേജ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതിൽ അടങ്ങിയിട്ടുള്ള കമ്പോണൻസ് നാശമായി പോകും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താവണമെന്നില്ല, കറക്റ്റ് ആവണമെന്നില്ല, തെറ്റായിട്ടുള്ള റിസൾട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. നമ്മൾക്ക് ഓരോരുത്തരുടെയും ഈ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം ഈ ഒരു റിസൾട്ട് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഡോക്ടേഴ്സ് മെഡിക്കേഷൻസും മരുന്നും കാര്യങ്ങളും ഒക്കെ തരും. അപ്പോൾ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് തന്നെ നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ പ്രോപ്പർ ഹാൻഡ്ലിങ്ങും സ്റ്റോറേജും ഒക്കെ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഇനി നോക്കൂ, സെറം പ്ലാസ്മ സ്പെസിമെൻസിൽ ഡിറ്റീരിയറേഷൻ വന്നിട്ടുണ്ടോ, നാശമായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സയൻസ് ഉണ്ട്. അപ്പോൾ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരാമെന്ന് നോക്കാം. ബാക്ടീരിയ അതിൽ വളർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സാമ്പിള് ക്ലൗഡി ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ക്ലിയർ സാമ്പിൾ ആയിരിക്കില്ല, പകരം എന്തായിരിക്കും, അത് ക്ലൗഡി ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. പിന്നെ ചിലപ്പോൾ എന്തായിരിക്കും, സാമ്പിളിൽ നിന്ന് ബാഡ് സ്മെല്ല് വരുന്നുണ്ടായിരിക്കും. പിന്നെ സാമ്പിൾ കുറച്ചിങ്ങനെ ഒരു ജെൽ ലൈക്ക് അല്ലെങ്കിൽ ഒരു മ്യൂക്കസ് ലൈക്ക് കൺസിസ്റ്റൻസി പോലെ സാമ്പിളിന് വരുന്നുണ്ടായിരിക്കാം. പിന്നെ സാമ്പിളിൽ നമുക്ക് സെഡിമെൻറ്റ് കാണാൻ പറ്റും. അതായത് സാമ്പിളിൽ താഴെ എന്തുണ്ടായിരിക്കും, എന്തെങ്കിലും ഇങ്ങനെ സാധനങ്ങൾ സെറ്റിൽ ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതിൽ നമുക്ക് യെല്ലോ ഓർ ഗ്രീൻ കളറും കാണാൻ പറ്റും.
അപ്പം ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു സാമ്പിളിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു സാമ്പിളിൽ ബാക്ടീരിയ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട്, ബാക്ടീരിയ അതിൽ പ്രസൻറ്റ് ആണ്, ബാക്ടീരിയൽ കണ്ടാമിനേഷൻ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ കോൾഡ് ചെയിൻ സിസ്റ്റം ഫോളോ ചെയ്യുക. സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ സാമ്പിൾസിനെ കറക്റ്റായിട്ട് ക്യാപ്പ് ചെയ്യുക, അതിന് മൂടിയിട്ടതിന് ശേഷം മാത്രം സെൻട്രിഫ്യൂജ് ചെയ്യുക. അതേപോലെ സെൻട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ടും നമ്മൾ അതിനെ സാമ്പിൾസ് വേറൊരു ട്യൂബിലേക്ക് മാറ്റുമ്പോഴും അതിനെന്ത് ചെയ്യുക, അതിന് കറക്റ്റായിട്ട് ക്യാപ്പ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഫംഗൽ കണ്ടാമിനേഷൻ, ഫംഗസ് കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടോ എന്നെങ്ങനെ നോക്കാം? ആ ഒരു സാമ്പിളിൽ നമുക്ക് ഇങ്ങനെ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഫംഗസിൻ്റെ ഗ്രോത്ത് നമുക്കറിയാലോ എങ്ങനെയാണെന്ന്. ഇപ്പോൾ നമ്മുടെ ബ്രെഡിലൊക്കെ നമുക്ക് ഒരു വെള്ള കാണാൻ പറ്റും. അപ്പം അതേപോലെ ഫംഗസ് ഗ്രോത്ത് വന്നാൽ നമുക്കതിൽ കാണാൻ പറ്റും. പിന്നെ സാമ്പിളിൽ ഇതേപോലെ വേറൊരു തരം ഡോട്ട്സ് പോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സാമ്പിളിൽ എന്താ, സെഡിമെന്റ് ഉണ്ടായിരിക്കാം, ഒരു ബാഡ് സ്മെല്ലും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഫംഗൽ കണ്ടാമിനേഷൻ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗൽ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് കോൾഡ് ചെയിൻ സിസ്റ്റം ഫോളോ ചെയ്യുക, സെൻട്രിഫിക്കേഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ക്യാപ്പ് ചെയ്യുക, സെൻട്രിഫിക്കേഷൻ കഴിഞ്ഞിട്ട് സാമ്പിൾസിനെ സെൽസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറെ ട്യൂബിലേക്ക് ആക്കുമ്പോഴും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ക്യാപ്പ് ചെയ്യുക അതിനുശേഷം. ഇനി മൂന്നാമത്തെ ഒരു ഡിറ്റീരിയോറേഷൻ്റെ കോസ് എന്ന് പറഞ്ഞാൽ ആ പ്ലാസ്മ സാമ്പിൾസ് ആണെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി കൊയാഗുലൻ്റ് ചിലപ്പോൾ നാശാവാനുള്ള ചാൻസ് ഉണ്ട്. ഓരോ ആൻറ്റി കൊയാഗുലൻറ്റിനും സ്റ്റോറേജ് പീരീഡ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതലായാലൊക്കെ എന്ത് സംഭവിക്കാം, അതിലുള്ള ആൻറ്റി കൊയാഗുലൻ്റ് നാശാവാം. അപ്പം അങ്ങനെ നാശമായി കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു സാമ്പിളിൽ ക്ലോട്ട് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ആൻറ്റി കൊയാഗുലൻ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ക്ലോട്ട് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻറ്റി കൊയാഗുലൻ്റ് നാശമായി കഴിഞ്ഞാൽ ആ സാമ്പിളിൽ കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കും, ബ്ലഡ് സാമ്പിൾ ക്ലോട്ടായി മാറിയിട്ടുണ്ടായിരിക്കും. അതിങ്ങനെ ഫ്ലൂയിഡ് പോലെ ആയിരിക്കത്തില്ല, പകരം എങ്ങനെയായിരിക്കും, ക്ലോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും, കട്ട പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കട്ട പിടിച്ചതിനർത്ഥം പ്ലാസ്മ സാമ്പിളിലുള്ള ആൻറ്റി കൊയാഗുലൻ്റ് നാശമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിവെൻഷൻ മെത്തേഡ്സ് വരുന്നത്? കോൾഡ് ചെയിൻ സിസ്റ്റം ഫോളോ ചെയ്യുക. പ്ലാസ്മ സ്പെസിമെൻസ് ആണെങ്കിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ നോക്കുക. കുറേ അങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാതെ ഏത് സാമ്പിൾ ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ ടെസ്റ്റിങ് ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു ഫ്രീസ് തോ സൈക്കിൾസ് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ചെയ്യാതിരിക്കുക. അതായത് ഫ്രീസ് തോ സൈക്കിൾസ് എന്ന് പറയുമ്പോൾ ഫ്രീസ് ആയിട്ടിരിക്കുന്ന സാമ്പിളിനെ ലിക്വിഡ് ആക്കുക, പിന്നെയും അതിനെ ഫ്രീസ് ആക്കുക, പിന്നെയും ലിക്വിഡ് ആക്കുക, അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പം അങ്ങനെ ചെയ്താലും അവിടെ എന്താണ്, നമ്മളിപ്പോൾ ഫ്രിഡ്ജിലത്തെ സാധനങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച സാധനം ചൂടാക്കി കഴിക്കുക, പിന്നെയും ചൂടാക്കിയ സാധനം ഫ്രിഡ്ജിൽ വെക്കുക, പിന്നെ 2 ദിവസം കഴിഞ്ഞ് ചൂടാക്കി കഴിക്കുക. അത് നമ്മുടെ ഹെൽത്തിന് നമ്മൾ പാടില്ല. അതിൽ എന്താണ്, ബാക്ടീരിയൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ ഫ്രീസ് തോ സൈക്കിൾസ് മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് സെറോപ്ലാസ്മ സ്പെസിമെൻസിൽ ഡിറ്റീരിയറേഷൻ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ബ്ലഡ് സ്പെസിമെൻസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഇന്ന ലാബിൽ എന്ത് ചെയ്യില്ല, ആ ടെസ്റ്റ് ചെയ്യുന്നില്ല, അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ച് ദൂരേക്ക് നമ്മുടെ സാമ്പിൾസ് അയക്കേണ്ടി വരും. ഇനി അത് വേണമെന്നില്ല, കുറച്ച് ദൂരെയുള്ള മറ്റൊരു ലാബിലേക്കാണ് നമ്മൾ നമ്മുടെ സാമ്പിളിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ചെറിയ ചെറിയ ലാബുകളിലൊന്നും എല്ലാ ടെസ്റ്റും ചെയ്യണം എന്നില്ല. അവിടെ ചിലപ്പോൾ സാധാ നോർമലി ചെയ്യുന്ന ബ്ലഡ് ഷുഗർ, അതേപോലെ കൊളസ്ട്രോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ഹോർമോൺ ടെസ്റ്റും കാര്യങ്ങളൊന്നും ചെറിയ ലാബിൽ ചെയ്യണം എന്നില്ല. അപ്പോൾ അവരതൊക്കെ കുറച്ചും കൂടെ വലിയ ലാബിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അയക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്പെസിമെൻസിനെ, ബ്ലഡ് സ്പെസിമെൻസിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്പെസിമെനെ നമ്മൾ ബ്ലഡ് സ്പെസിമെനെ ട്രാൻസ്പോർട്ട് ചെയ്യുവാണെങ്കിൽ, ഷിപ്പ് ചെയ്യുവാണെങ്കിൽ എന്താണ്, നമ്മൾ കറക്റ്റായിട്ട് അതിനെ പാക്ക് ചെയ്തിരിക്കണം. അതിനെ കറക്റ്റായിട്ട് പാക്ക് ചെയ്യുക, സ്പെസിമെനെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ റൂൾസും ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്പെസിമെൻസിനെ പാക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ കളക്ട് ചെയ്ത ഈ ഒരു സാമ്പിളിനെ ലാബിൽ ചെയ്തിരിക്കണം, അത് നിർബന്ധമാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റാക്കിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ അത് ഷിപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ
വണ്ടികളൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകും അല്ലേ. അപ്പോൾ അത് ഇളകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സാമ്പിൾസ് ഇളകാൻ പാടില്ല. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു റാക്കിലേക്ക് നമ്മുടെ ഈ ഒരു സാമ്പിൾസിനെ നമ്മൾ ലാബിൽ ചെയ്ത് സാമ്പിൾസിനെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു റാക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നല്ലെങ്കിൽ ഒരു സിപ്പുള്ള ഒരു പ്ലാസ്റ്റിക് ബാഗിലേക്കോ അല്ലെങ്കിൽ പൊട്ടാത്ത വേറെ എന്തെങ്കിലും കണ്ടെയ്നറിലേക്ക് നമ്മൾ ഈ ഒരു ട്യൂബുകൾ അടങ്ങിയിട്ടുള്ള റാക്കിനെ നമ്മൾ അങ്ങോട്ട് ഇറക്കി വെക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു സ്റ്റൈറോ ഫോം വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നർ, അതായത് എങ്ങനെയാണ്, അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ ആണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് കറക്റ്റ് സ്പെസിമെൻസിനെ പാക്ക് ചെയ്യാന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഒരു സ്റ്റൈറോഫോം വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള ഷിപ്പിംഗ് കണ്ടെയ്നർ ആണ്. എന്താ സ്റ്റൈറോഫോം കണ്ടോ, ഈ സ്റ്റൈറോഫോം പറഞ്ഞത് ഈ ഒരു സ്പോഞ്ച് പോലത്തെ സാധനമില്ല, അതാണ് ഈ സ്റ്റൈറോഫോം. അപ്പോൾ അതിങ്ങനെ 4 സൈഡിലും വെച്ചിട്ടുള്ള അതാണ് അത് ഇൻസുലേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ 4 സൈഡിലും എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റൈറോഫോം വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷിപ്പിംഗ് കണ്ടെയ്നർ ആയിരിക്കണം. അത് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അബ്സോർബഡ് മെറ്റീരിയൽ വെക്കണം. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, എങ്ങാനും നമ്മുടെ സാമ്പിൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള കണ്ടൻസ് ഒക്കെ ഈ ഒരു അബ്സോർബൻ മെറ്റീരിയൽ എന്തെയും അബ്സോർബ് ചെയ്ത് വെക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു അബ്സോർബൻ മെറ്റീരിയൽ ഈ ബോക്സിൻ്റെ ഏറ്റവും താഴെ നമ്മൾ വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രോസൺ കോൾഡ് പാക്ക്, നമ്മുടെ ഐസൊക്കെ ഇങ്ങനെ നമുക്ക് ഫ്രോസൺ ആക്കി കിട്ടുമല്ലോ, അതോ അല്ലെങ്കിൽ ഡ്രൈ ഐസോ പ്ലേസ് ചെയ്യണം. എന്നിട്ട് അതിന് മീതെ വേണം എന്ത്, നമ്മൾ നേരത്തെ നമ്മുടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു നമ്മുടെ സാമ്പിൾസ് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച ആ ഒരു സാമ്പിൾ നമ്മൾ നേരത്തെ വെച്ചല്ലോ, റാക്കിലേക്ക് വെച്ചു. ആ റാക്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് ബാഗിലോ ഒരു നോൺ ബ്രേക്കബിൾ കണ്ടെയ്നറിലോ വെച്ചു. ആ ഒരു സാധനം ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ നമ്മൾ 1 more ലെയർ ഓഫ് എന്ത് വെക്കണം, ഫ്രോസൺ കോൾഡ് പാക്ക് അല്ലെങ്കിൽ ഡ്രൈ ഐസോ വെക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അബ്സോർബൻ മെറ്റീരിയൽ വെക്കുക. അതായത് ഒരു സാൻഡ്വിച്ച് പോലെ വേണം നമ്മൾ ഇതിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കൂ, കണ്ട, ഇതാണ് നമ്മുടെ സ്പെസിമെൻ ട്ടാ, ഇതാണ് നമ്മുടെ സാമ്പിള്. ഏറ്റവും അടിയിൽ അബ്സോർബൻ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ എന്താണ് അതിൻ്റെ തൊട്ട് മേലെ കോൾഡ് പാക്ക് അല്ലെങ്കിൽ ഡ്രൈ ഐസ് ഉണ്ട്, ഇനി സ്പെസിമെൻ നടുക്കിലുണ്ട്, സ്പെസിമെൻ്റെ മേലെ പിന്നെയും എന്താണ് കോൾഡ് പാക്ക് ഓർ ഡ്രൈ ഐസ് ഉണ്ട്, പിന്നെ മേലെ അബ്സോർബൻ മെറ്റീരിയൽ ഉണ്ട്. ഇതാണ് നമ്മുടെ ഷിപ്പിംഗ് കണ്ടെയ്നർ. ഇതിൻ്റെ ചുറ്റും എന്തുണ്ട്, ഈ ഒരു റെഡ് കളറിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ സ്റ്റൈറോഫോം ഇൻസുലേറ്റർ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ വേണം നമ്മൾ സ്പെസിമെൻസിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് വേണം സ്പെസിമെൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒപ്പം നമ്മൾ എന്തും കൂടെ അവർക്ക് കൊടുക്കണം, ഒരു ഷിപ്പിംഗ് ലിസ്റ്റും കൂടെ കൊടുക്കണം. അതായത് സാമ്പിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും സാമ്പിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൽ ഒരു ഷിപ്പിംഗ് ലിസ്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അതേപോലെ ആരാണ് ഷിപ്പ് ചെയ്യുന്ന ലാബും കാര്യങ്ങളും അവിടുത്തെ ആൾക്കാരുടെ പേരും ടെലിഫോൺ നമ്പറും ഡീറ്റെയിൽസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു ബോക്സിൻ്റെ മേലെ നമ്മളൊരു ടാപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒട്ടിക്കുകയും കൂടെ വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ സ്പെസിമെൻ എന്താണ് ഓക്കെ ആയി. ഇനി അതിൻ്റെ ഒപ്പം ഉണ്ടല്ലോ, ഈ ഒരു ഷിപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ബോക്സിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡിലും എന്ത് ചെയ്യുക, 2 ആരോസ്, അതായത് ഇങ്ങനെയുള്ള 2 ആരോസ് നമ്മൾ അതിൻ്റെ മേലെ പ്ലേസ് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ ഇനിയിപ്പോൾ എവിടേക്കാണോ അയക്കുന്നത് അവിടുത്തെ സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് എന്താണോ അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ ബോക്സും ലേബൽ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടോ, നമ്മുടെ ഷിപ്പിംഗ് ബോക്സിൻ്റെ 2 സൈഡ്സിലും ഇങ്ങനത്തെ ആരോ മാർക്സ് ഉണ്ടായിരിക്കണം. അതേപോലെ നമ്മൾ സേഫ്റ്റി ലേബൽസ് എന്തൊക്കെയുണ്ടോ അതും കൂടെ നമ്മൾ എന്തുണ്ടായിരിക്കണം, ഈ ഒരു ബോക്സിൻ്റെ മേലെ അതും കൂടെ പ്ലേസ് ചെയ്തിട്ടിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം, ഇതൊക്കെ നോട്ട് ചെയ്തിട്ടും ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മുടെ ബ്ലഡ് സ്പെസിമെൻസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ബ്ലഡ് സ്പെസിമെൻ്റെ കളക്ഷൻ, പ്രോസസ്സിങ്, ഹാൻഡ്ലിങ്, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് ഇതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നൗ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്, അതാണ് ആൻറ്റി കൊയാഗുലൻസ്. എന്താണ് നമ്മുടെ ടോപ്പിക്, ആൻറ്റി കൊയാഗുലൻസ്. അപ്പോൾ ആൻറ്റി മീൻസ് എന്താ, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രിവെൻറ്റ്. കൊയാഗുലേഷൻ, എന്താണ് കൊയാഗുലേഷൻ, ബ്ലഡ് ക്ലോട്ടിങ് അല്ലേ, ക്ലോട്ടിങ്. അപ്പോൾ ആൻറ്റി കൊയാഗുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്
പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ആൻറ്റി കൊയാഗുലൻസ് എന്ന് പറയുന്നത്. ബ്ലഡ് ക്ലോട്ട് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ്, ദ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ പ്രിവെൻറ്റ് ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് കട്ട പിടിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്കറിയാലോ, നമ്മൾ ബ്ലഡ് കുറച്ച് നേരം പുറത്ത് വെച്ച് നോക്കൂ, ഒന്നുമില്ലാതെ സാധാ ബ്ലഡിന് വെറുതെ പുറത്ത് വെച്ചാൽ ബ്ലഡ് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പം അങ്ങനെ കട്ട പിടിക്കാൻ പാടില്ല. നമുക്ക് കുറേ ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിന് ആ ഒരു ലിക്വിഡ് ഫോമിൽ തന്നെ കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും നമ്മൾ ബ്ലഡ് കട്ട പിടിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് ആൻറ്റി കൊയാഗുലൻസ്. അപ്പം നമ്മൾ ഒന്നല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്പെസിമെൻ ആയിട്ട് ഹോൾ ബ്ലഡ് വേണം, അല്ലെങ്കിൽ പ്ലാസ്മ വേണം. അങ്ങനത്തെ കേസസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെമറ്റോളജി ലബോറട്ടറിയിൽ ആൻറ്റി കൊയാഗുലൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ആൻറ്റി കൊയാഗുലൻസ് അവൈലബിൾ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് ഏതാണോ ആ ടെസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ആൻറ്റി കൊയാഗുലൻറ്റ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആൻറ്റി കൊയാഗുലൻറ്റ് എങ്ങനെയാണ് ഉണ്ടായിരിക്കുക, നമ്മൾ എടുത്ത് സെപ്പറേറ്റ് ആഡ് ചെയ്യണോ? വേണ്ട. നമ്മുടെ ബ്ലഡ് കളക്ഷൻ ട്യൂബ്സ് ഇത് കോട്ട് ചെയ്തിട്ടാണ് വരിക. ആ ട്യൂബ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്യുന്നു, ആൻറ്റി കൊയാഗുലൻസ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടായിരിക്കും ആ ട്യൂബ്സ് എന്ത് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ആ ഒരു ട്യൂബിൽ നമ്മൾ ലാബിൽ ആൻറ്റി കൊയാഗുലൻറ്റ് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യൊന്നും വേണ്ട. പകരം നമ്മൾ ജസ്റ്റ് ബ്ലഡ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആൻറ്റി കൊയാഗുലൻറ്റ് ബ്ലഡ് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഒരു ട്യൂബ് ഉണ്ടല്ലോ, ബ്ലഡ് കളക്ഷൻ ട്യൂബിൽ ഇത്ര ml ഓഫ് ബ്ലഡ് ആണ് ആഡ് ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതിന് ആവശ്യമുള്ള ആൻറ്റി കൊയാഗുലൻ്റ് ആയിരിക്കും എന്ത്, ഓരോ ട്യൂബ് മാനുഫാക്ചർ ചെയ്യുമ്പോഴും അത്രയും ആൻറ്റി കൊയാഗുലൻ്റ് ആയിരിക്കും ആ ഒരു ട്യൂബിൽ അവർ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ. സോ നമ്മൾ ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യുമ്പോൾ ബ്ലഡിനുള്ള ഫിക്സ്ഡ് പ്രൊപ്പോർഷനിലായിരിക്കും ആൻറ്റി കൊയാഗുലൻ്റ് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ. വളരെ കുറച്ച് എമൗണ്ടിലൊക്കെയാണ് ആൻറ്റി കൊയാഗുലൻറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു ആൻറ്റി കൊയാഗുലൻസ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇവർ ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ക്ലോട്ട് ആവണമെങ്കിൽ എന്താണ്, നമ്മുടെ ബോഡിയിൽ നിന്നല്ല ബ്ലഡിന് ക്ലോട്ട് ആവണമെങ്കിൽ എന്ത് വേണം, കാൽഷ്യം അയോൺസോ അല്ലെങ്കിൽ കാൽഷ്യം വേണം, അയേൺ വേണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ബ്ലഡ് ക്ലോട്ട് ആകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ആൻറ്റി കൊയാഗുലൻസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ ഒന്നല്ലെങ്കിൽ പോയിട്ട് ആ ഒരു കാൽഷ്യത്തിന്, ബ്ലഡിലുള്ള കാൽഷ്യത്തിനെ അങ്ങോട്ട് ഇനാക്റ്റീവ് ആക്കും, റിമൂവ് ചെയ്ത് കളയുക, ഇനാക്റ്റീവ് ആകുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കാൽഷ്യം അയോണൊക്കെ ഇനാക്റ്റീവ് ആയാൽ പിന്നെ നമ്മുടെ ബ്ലഡിന് ക്ലോട്ട് ആകാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെയാണ് അവിടെ ബ്ലഡ് ക്ലോട്ടിങ് നടക്കാത്തത്. ഓക്കെ. അപ്പം നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷൻ നടക്കാൻ കാൽഷ്യം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, ആ കാൽഷ്യമായിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്ത് വെക്കും. അപ്പോൾ കാൽഷ്യത്തിനെ ബൈൻഡ് ചെയ്ത് വെച്ചാൽ ബ്ലഡ് ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ട് കാൽഷ്യം അവിടെ അവൈലബിൾ ആകത്തില്ല. സോ അവിടെ കൊയാഗുലേഷൻ നടക്കത്തില്ല. സോ അങ്ങനെ കാൽഷ്യമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം, ആൻറ്റി കൊയാഗുലൻസ് എന്ന് വിളിക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഓക്സലേറ്റ്, ഫ്ലൂറൈഡ്, EDTA, സിട്രേറ്റ്. അപ്പോൾ ഇവരൊക്കെ എന്താണ്, ദേ ആർ എക്സാമ്പിൾസ് ഓഫ് ആൻറ്റി കൊയാഗുലൻസ്. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഹെപ്പാരിൻ. ഹെപ്പാരിനും എന്താണ്, ആൻറ്റി കൊയാഗുലൻ്റ് ആണ്. ഈ ഹെപ്പാരിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ബോഡിയിലുള്ള, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ കാണുന്ന ആൻറ്റി കൊയാഗുലൻ്റ് ആണ് എന്ത്, ഹെപ്പാരിൻ. സോ നമ്മുടെ ബോഡീൻ്റെ നോർമൽ ഹോമിയോസ്റ്റാസിസ് മീൻസ് നോർമൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലുള്ള ഒരാളാണ് ഹെപ്പാരിൻ. ഈ ഹെപ്പാരിൻ ഒരു ഹെറ്ററോ പോളിസാക്കറൈഡ് ആണ്. ഹെറ്ററോ പോളിസാക്കറൈഡ് മീൻസ് എന്താണ്, അതൊരു കാർബോഹൈഡ്രേറ്റ് ആണ്. എന്ത് ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്, പോളിസാക്കറൈഡ് ആണ് അല്ലേ. എന്താ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ, കുറേ മോണോസാക്കറൈഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ കാർബോഹൈഡ്രേറ്റ് ആണ് പോളിസാക്കറൈഡ്. ഓൾസോ അതെന്താണ്, ഹെറ്ററോ പോളിസാക്കറൈഡ് ആണ്. അതായത് ഒരു ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ് വെച്ചിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, ബട്ട് 2 ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ മോർ ദാൻ 2 ടൈപ്സ് ഓഫ് മോണോസാക്കറൈഡ് വെച്ചിട്ടാണ് ഈ ഒരു പോളിസാക്കറൈഡ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഹെറ്ററോ പോളിസാക്കറൈഡ് എന്ന് പറയുന്നത്. സോ ഒരു ഹെപ്പാരിൻ എന്താണ്, നമ്മുടെ ബോഡിയിൽ നമ്മുടെ മിക്ക ടിഷ്യൂസിലുള്ള മാസ്റ്റ് സെൽസ്, അതേപോലെ ടിഷ്യൂസിൽ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ എൻഡോത്തീലിയം മീൻസ് അതിൻ്റെ ആ ഒരു ലൈനിങ്, അവിടെ അതിലെന്ത് കാണുന്നുണ്ട്, മാസ്റ്റ് സെൽസ് കാണുന്നുണ്ട്. സോ ഈ ഒരു മാസ്റ്റ് സെൽസ് മറ്റ് ടിഷ്യൂസിലൊക്കെ കാണുന്നുണ്ട്, ഈ ഒരു ഹെപ്പാരിൻ കാണുന്നുണ്ട്. അപ്പോൾ ഹെപ്പാരിൻ എങ്ങനെയാണ്
ആന്റികൊയാഗുലന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹെപ്പാരിൻ ആന്റി ത്രോംബിൻ 3 എന്ന കോമ്പൗണ്ടുമായിട്ട് എന്ന സബ്സ്റ്റൻസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ഇപ്പൊ ആന്റി ത്രോംബിൻ 3യും ഹെപ്പാരിനും കൂടെ കമ്പൈൻ ചെയ്താൽ അവിടെ എന്ത് നടക്കും? ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്. അതാണ് ക്ലോട്ടിൻ ഫാക്ടർ 2, 9, 10, 11, 12. അതേപോലെ കല്ലിക്രൈൻ എന്നുള്ളൊരു പ്രോട്ടീൻ. ഇവരൊക്കെ എന്താണ്? ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ആൾക്കാരാണ്. ഈ ആവശ്യമായിട്ടുള്ള ആൾക്കാരൊക്കെ പോയിട്ട് ഇവർ രണ്ടാളും കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇവരുണ്ടെങ്കിൽ മാത്രമാണ് ബ്ലഡ് ക്ലോട്ട് ആകത്തുള്ളൂ. അപ്പൊ ഇവരെല്ലാവരും ആര് ഇൻഹിബിറ്റ് ചെയ്യും? നമ്മൾ ഈ രണ്ടുപേരും കൂടി ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ബ്ലഡ് ക്ലോട്ടിങ് നടക്കത്തില്ല. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഹെപ്പാരിൻ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹെപ്പാരിൻ ബ്ലഡ് ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെപ്പാരിനൊക്കെ ഉണ്ടല്ലോ, സർജറി കഴിഞ്ഞ പേഷ്യൻസിലൊക്കെ ബ്ലഡ് ക്ലോട്ടിങ് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് എന്താണ് ബ്ലീഡിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡിയിൽ ബ്ലീഡിങ് നടക്കാൻ പാടില്ല. ബ്ലീഡിങ് നടക്കണമെങ്കിൽ അവിടെ ബ്ലഡ് ക്ലോട്ട് ആയി നിൽക്കണമില്ല. അപ്പൊ സർജറിയുടെ സമയത്ത് അവർക്ക് ബ്ലഡ് ക്ലോട്ട് ആവണമെന്നായിരിക്കും. ഇത് സർജറി കഴിഞ്ഞാലോ ബ്ലഡ് ക്ലോട്ട് ആവാൻ പാടില്ല അല്ലെ? ആ ഒരു മുറിവൊക്കെ അവർ തുന്നിക്കെട്ടിയിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ബ്ലീഡിങ് അവിടെ നടക്കത്തില്ല. സാധാ പോലെ ശരീരത്തിന്റെ ഉള്ളിൽ ബ്ലഡ് ഫ്ലോ നടക്കണം. അപ്പൊ ബ്ലഡ് ക്ലോട്ട് ആവുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്? ഹെപ്പാരിനൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ. അതേപോലെ നമ്മുടെ ബ്ലഡിൽ കാണുന്ന മറ്റൊരു ആന്റി കൊയാഗുലന്റ് ആണ് പ്രോട്ടീൻ സി എന്നത്. ഇത് എന്താണ്? ബ്ലഡിൽ കാണുന്ന വേറൊരു ആന്റി കൊയാഗുലന്റ് ആണ് പ്രോട്ടീൻ സി. ഈ ഒരു ആന്റി കൊയാഗുലന്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ആരാണ്? ത്രോംബിൻ എന്ന ഫാക്ടർ ആണ്. ത്രോംബിൻ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരാളാണ് ത്രോംബിൻ. ഈ ത്രോംബിൻ ആണ് പ്രോട്ടീൻ സി എന്ന ആന്റി കൊയാഗുലന്റിനെ ആക്റ്റീവ് ആക്കുന്നത്. ആക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ സി എന്താ ചെയ്യാന്ന് വെച്ചാല് ക്ലോട്ടിൻ ഫാക്ടേഴ്സ് ആയിട്ടുള്ള 5ഉം ആൻഡ് 8നെയും എന്ത് ചെയ്യുന്നു? അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവരെ ഇനാക്റ്റീവ് ആക്കിയിട്ട് മാറ്റുന്നു. അപ്പൊ അങ്ങനെയാണ് പ്രോട്ടീൻ സി എന്ന ആന്റി കൊയാഗുലന്റ് ഫങ്ഷൻ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഓറൽ ആന്റി കൊയാഗുലന്റ്, അതായത് ഓറൽ മീൻസ് നമ്മളിപ്പോൾ എന്തെങ്കിലും സർജറിയുടെ സമയത്ത് അല്ലെങ്കിൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആന്റി കൊയാഗുലന്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓറലി നമ്മൾ വായ കൂടെ കഴിക്കുന്ന ഒരു ആന്റി കൊയാഗുലന്റിന്റെ എക്സാമ്പിൾ ആണ് വാർഫാരിൻ എന്നുള്ളത്. ഇത് നമ്മുടെ വൈറ്റമിൻ കെന്റെ ആന്റഗോണിസ്റ്റ് ആണ്. വൈറ്റമിൻ കെ ആന്റഗോണിസ്റ്റ് മീൻസ് വൈറ്റമിൻ കെന്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷനുള്ള ആളാണ് വാർഫാരിൻ. ഇത് എന്താണ്? ഒരു ഓറൽ ആന്റി കൊയാഗുലന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാർഫാരിൻ എങ്ങനെ ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലോട്ടിൻ ഫാക്ടേഴ്സ് ആയിട്ടുള്ള 2, 7, 9, 10 ഇവരുടെ ഒക്കെ സിന്തസിസിനെ കുറയ്ക്കലാണ് ആരുടെ പണി? വാർഫാരിൻ്റെ പണി. അപ്പോൾ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ചില ആന്റികൊയാഗുലന്റ് എന്ത് ചെയ്യും? കാൽഷ്യത്തിനെ പോയിട്ട് അല്ലെങ്കിൽ അയേണിനെ പോയിട്ടൊക്കെ ബൈൻഡ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുക. ഇനി ചില ആന്റികൊയാഗുലൻസ് എന്ത് ചെയ്യുന്നു? ക്ലോട്ടിൻ ഫാക്ടേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോട്ടിൻ ഫാക്ടേഴ്സിനെ ഹൈഡ്രോലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോട്ടിൻ ഫാക്ടേഴ്സിന്റെ സിന്തസിസ് കുറയ്ക്കുക. ഇങ്ങനെയൊക്കെയാണ് ചില ആന്റി കൊയാഗുലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആന്റി കൊയാഗുലന്റും ബ്ലഡ് ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യുന്നത് ഓരോരുത്തരുടെയും സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡിലായിരിക്കും. ഓക്കെ. ഇത്രയാണ് നമ്മുടെ ആന്റി കൊയാഗുലന്റിന്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഇനി ആന്റി കൊയാഗുലൻസിന്റെ യൂസിനായിട്ട് മുന്നേ അതിനെ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. എന്നിട്ട് അതിലേക്ക് വേണം നമ്മൾ ബ്ലഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതായത് നമ്മുടെ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ട്യൂബ് ഉണ്ടായിരിക്കുമല്ലോ. ഇതിനെയാണ് നമ്മൾ വാക്യൂട്ടൈനർ ഓർ ബ്ലഡ് കളക്ഷൻ ട്യൂബ്സ് അല്ലെങ്കിൽ ബ്ലഡ് കളക്ഷൻ വയൽസ് എന്നൊക്കെ പറയാം. അപ്പം ഇതിൽ എന്തുണ്ടായിരിക്കും? ആന്റി കൊയാഗുലന്റ് കോട്ടഡ് ട്യൂബ്സ് ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ബ്ലഡ് ആഡ് ചെയ്യും. ബ്ലഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആന്റി കൊയാഗുലന്റും ബ്ലഡും തമ്മിൽ നന്നായി മിക്സ് ആവും. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആ ഒരു ട്യൂബിനെ നന്നായിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ തിരിച്ചും മറിച്ചും നമ്മളിങ്ങനെ നമ്മൾ ബ്ലഡ് ലാബിലൊക്കെ പോയിട്ട് ബ്ലഡ് ആരെങ്കിലും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അവർ എന്ത് ചെയ്യും? ബ്ലഡ് കളക്ട് ചെയ്ത് ട്യൂബിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യും. ഇപ്പോൾ ഒരു 10 to 15 ടൈംസ് വരെ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യും? അതിനിങ്ങനെ ആക്കിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴാണ് എന്ത് സംഭവിക്കുള്ളൂ? ഈ ആന്റി കൊയാഗുലന്റും ബ്ലഡും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടൈപ്സ് ഓഫ് ആന്റി കൊയാഗുലൻസ് ആണ് കേട്ടോ. അപ്പൊ ആന്റി കൊയാഗുലൻസ് 2 ടൈപ്സ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. കെമിക്കൽ ആന്റി കൊയാഗുലൻസും ബയോളജിക്കൽ ആന്റി കൊയാഗുലൻസും.
കെമിക്കൽ ആന്റി കൊയാഗുലന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലബോറട്ടറീസിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആന്റി കൊയാഗുലൻസിനെയാണ് എന്ത് പറയുന്നത്? കെമിക്കൽ ആന്റി കൊയാഗുലൻസ് എന്ന് പറയുന്നത്. എന്താണ്? ലബോറട്ടറീസിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആന്റി കൊയാഗുലൻസിനെ എന്ത് വിളിക്കുന്നു? കെമിക്കൽ ആന്റി കൊയാഗുലൻസ് എന്ന് വിളിക്കുന്നു. അതിനൊരു എക്സാമ്പിൾ ആണ് EDTA. വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റി കൊയാഗുലന്റ് ആണ് EDTA. എന്താണ് EDTA ഫുൾ ഫോം? എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. എന്താണ്? എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. അതാണ് EDTA ഫുൾ ഫോം. EDTA തന്നെ 2 തരം ഉണ്ട്. അതാണ് K2 EDTA ആൻഡ് K3 EDTA. K2 EDTA മീൻസ് dipotassium ethylene diamine tetraacetic acid or acetate. പിന്നെ എന്താണ്? K3 EDTA മീൻസ് ട്രൈപൊട്ടാഷ്യം എത്തിലീൻ ഡൈഅമീൻ ടെട്രാഅസറ്റേറ്റ്. ഓക്കെ, അപ്പൊ ഇവരെ എന്താണ്? EDTA വെച്ച് കോട്ട് ചെയ്തിട്ടുള്ള ട്യൂബ് ആണെങ്കിൽ അതിന്റെ ടോപ്പിന്റെ കളർ എന്തായിരിക്കും? ലാവെൻഡർ ആയിരിക്കും അല്ലെ? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓരോ ഇന്ന ട്യൂബിൽ ഇന്ന ആന്റി കൊയാഗുലന്റ് ആണ് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഓരോ ആന്റി കൊയാഗുലന്റിനും ഓരോ കളർ കോഡ് ഉണ്ട്. അപ്പൊ EDTA ആഡ് ചെയ്തിട്ടുള്ള ഒരു ട്യൂബ് ആണെങ്കിൽ അതിന്റെ മൂടി ടോപ്പിന്റെ കളർ എന്തായിരിക്കും? ലാവെൻഡർ കളർ ആയിരിക്കും. അപ്പൊ ലാവെൻഡർ കളറുള്ള ഒരു ട്യൂബ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിൽ ഏത് ആന്റി കൊയാഗുലന്റ് ആണ്? EDTA ആണ് എന്ന് മനസ്സിലാക്കാം. ചില ട്യൂബിന് റെഡ് കളർ ആയിരിക്കും ടോപ്പ്. അതിനർത്ഥം അതിൽ ആന്റി കൊയാഗുലന്റ് ഒന്നും ആഡ് ചെയ്യാത്ത ട്യൂബിനാണ് റെഡ് ടോപ്പ് ഉണ്ടായിരിക്കുക. അപ്പൊ ആ ട്യൂബ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? സെറം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആന്റി കൊയാഗുലന്റ് കോട്ട് ചെയ്യാത്ത ട്യൂബ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എടുക്കുക? സെറം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ? ബ്ലഡിൽ നിന്നും സെറം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഓരോ ട്യൂബിനും മൂടിക്കും കളർ ഉണ്ടാവും. ആ കളർ കോഡിങ് അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ ആന്റി കൊയാഗുലന്റ് ഉണ്ടോ, ആന്റി കൊയാഗുലന്റ് ഇല്ലേ, ഉണ്ടെങ്കിൽ ഏത് ആന്റി കൊയാഗുലന്റ് ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ EDTA വെച്ച് കോട്ട് ചെയ്തിട്ടുള്ള ട്യൂബ് ആണെങ്കിൽ അതിന്റെ കളർ എന്തായിരിക്കും? ലാവെൻഡർ കളർ ആയിരിക്കും. ഓക്കെ, നമ്മൾ എത്ര കോൺസെൻട്രേഷനിലാണ് EDTA യൂസ് ചെയ്യേണ്ടത്? 1 ml ഹോൾ ബ്ലഡിലേക്ക് നമ്മൾ 1.5 milligram EDTA വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രയാണ്? 1 ml ഹോൾ ബ്ലഡ് ആണെങ്കിൽ അതിലേക്ക് എത്ര EDTA യൂസ് ചെയ്യണം? 1.5 milligram ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു കണക്കിന് വേണം EDTA നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി EDTA എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യുന്നത്? അത് ചെലേഷൻ എന്നൊരു പ്രോസസ്സ് വഴി. ഈ ചെലേഷൻ എന്നൊരു പ്രോസസ്സ് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? മുന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചെലേഷൻ എന്ന പ്രോസസ്സ് വഴി ബ്ലഡിലുള്ള അയോണൈസ്ഡ് കാൽഷ്യത്തിനെ റിമൂവ് ചെയ്യും. അതായത് ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ എന്ന് നോക്കാം. അതായത് എങ്ങനെയാണ് ആന്റി കൊയാഗുലന്റ് ആയിട്ട് അത് ഫങ്ഷൻ ചെയ്യുന്നത്? അത് നമ്മുടെ ബ്ലഡിൽ നിന്നും അയോണൈസ്ഡ് കാൽഷ്യത്തിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ചെലേഷൻ എന്നൊരു പ്രോസസ്സ്. ഈ ചെലേഷൻ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ചെലേഷൻ എന്നൊരു പ്രോസസ്സ് വഴി ബ്ലഡിൽ നിന്നുള്ള അയോണൈസ് അതായത് Ca2+ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള കാൽഷ്യം സോൾട്ടിന്റെ ഫോർമേഷൻ നടക്കുന്നു. ഈ ഒരു സോൾട്ട് ഫോം ചെയ്താൽ അവിടെ ബ്ലഡ് കൊയാഗുലേഷൻ നടക്കില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ EDTA ആന്റി കൊയാഗുലന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്ര കോൺസെൻട്രേഷൻ എടുക്കാന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആന്റി കൊയാഗുലന്റിന് EDTA പ്രിപ്പയർ ചെയ്തെടുക്കാന്ന് നോക്കാം. അപ്പൊ നമ്മൾ 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ 10 gram ഓഫ് EDTA ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? EDTA സൊല്യൂഷൻ കിട്ടുന്നു. അപ്പൊ 2 ml ബ്ലഡ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിലേക്ക് 0.4 ml EDTA മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ EDTA എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം? 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് 10 gram EDTA ആഡ് ചെയ്തിട്ട് മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EDTA സൊല്യൂഷൻ കിട്ടുന്നു. അതിൽ നിന്നും 0.4 milliliter EDTA മാത്രം മതി നമുക്ക് 2 milliliter ബ്ലഡിലേക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ EDTA എടുക്കേണ്ടത്. EDTA ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള സെൽസിന്റെ സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യുന്നില്ല? EDTA ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെമറ്റോളജിക്കൽ ടെസ്റ്റുകളിൽ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആന്റി കൊയാഗുലന്റ് ആണ് EDTA. ഫോർ എക്സാമ്പിൾ
കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ വരുന്ന ബാക്കി ടെസ്റ്റുകൾ, ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുക, പാക്ഡ് സെൽ വോളിയം ടെസ്റ്റ്, ടോട്ടൽ WBC കൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് ടെസ്റ്റ്, ല്യൂക്കോസൈറ്റ് ഡിഫറൻഷ്യൽ കൗണ്ട് ടെസ്റ്റ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ടെസ്റ്റ്, ESR അതായത് എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്, ഇങ്ങനെ മിക്ക ടെസ്റ്റുകളിലേക്കും നമുക്ക് EDTA ആന്റികോയാഗുലന്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹോൾ ബ്ലഡിലേക്ക് നമുക്ക് എത്രത്തോളം EDTA നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കണക്ക് പറഞ്ഞല്ലോ, ആ കണക്ക് വളരെ ആ ഒരു റേഷ്യോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഈ റേഷ്യോയിൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ടെസ്റ്റിൻ്റെ റിസൾട്ടിനെയും എഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മളെങ്ങാനും EDTA കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള RBC ഷ്രിങ്കായി പോകും, ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് EDTA എപ്പോഴും നമ്മൾ കറക്റ്റ് എമൗണ്ടിൽ മാത്രം യൂസ് ചെയ്യുക. ഇനി EDTAയിൽ നമ്മൾ ബ്ലഡ് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ ആ ഒരു ബ്ലഡ് നമുക്ക് മാക്സിമം 2 to 3 days വരെ മാത്രമാണ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ EDTA വെച്ച് മിക്സ് ചെയ്തിട്ടുള്ള ബ്ലഡ് സ്റ്റോർ ചെയ്ത്, അതായത് സ്റ്റോർ ചെയ്താൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 2 to 3 days ആണ് മാക്സിമം നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട പീരീഡ്. ഓക്കെ, ഇനി ഈ ഒരു ആൻറ്റികൊയാഗുലൻ്റ് നമ്മൾ എങ്ങനെയാണ് ട്യൂബിലേക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ എന്ത് ചെയ്തു, ഡിസ്റ്റിൽഡ് വാട്ടറിലൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ട് ആൻറ്റികൊയാഗുലൻ്റ് പ്രിപ്പയർ ചെയ്തെടുത്തു. ഈ ആൻറ്റികൊയാഗുലൻ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ഡ്രൈ ആക്കാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ട്യൂബിൽ നമ്മൾ ഡ്രൈ ആക്കാണ് വേണ്ടത്. എങ്ങനെ ഡ്രൈ ആക്കണം? ഒന്നല്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ടോ നമ്മളൊരു ഓവർനൈറ്റ് ഫുള്ള് വെക്കുക. അതായത് ഏകദേശം 12 മണിക്കൂർ നമ്മൾ ഈ ഒരു ആൻറ്റികൊയാഗുലൻ്റ് ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അതായത് സൊല്യൂഷൻ ഫോമിലല്ല നമ്മൾ EDTA യൂസ് ചെയ്യുന്നത്, പകരം അത് നമ്മുടെ ആ ട്യൂബിലുള്ളത് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. ബിക്കോസ് അത് ഡ്രൈ ഫോമിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പം അത്രയാണ് EDTAൻ്റെ കാര്യങ്ങൾ. എന്തൊക്കെയാണ് EDTAൻ്റെ ഫുൾ ഫോം? എന്താണ്? എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്. അത് ട്രൈ പൊട്ടാഷ്യം എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ഉണ്ട്, ഡൈ പൊട്ടാഷ്യം എത്തിലീൻ ഡൈ അമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ഉണ്ട്. ലാവെൻഡർ കളർ ആയിരിക്കും അതിൻ്റെ ടോപ്പിന്. പിന്നെ നമ്മൾ പറഞ്ഞു അത് അയണൈസ്ഡ് കാൽഷ്യത്തിനെ റിമൂവ് ചെയ്തിട്ടാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് മിക്ക ഹെമറ്റോളജിക്കൽ ടെസ്റ്റുകളിലും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. EDTA എക്സസ് ആയി കഴിഞ്ഞാൽ RBCൻ്റെ ഷ്രിങ്കിങ്, എറിത്രോസൈറ്റ്സ് ഓർ RBC ഷ്രിങ്ക് ആയി പോവും. മാക്സിമം ബ്ലഡ് EDTA വെച്ച് മിക്സ് ചെയ്തിട്ടുള്ള ബ്ലഡിനെ നമുക്ക് മാക്സിമം 2 to 3 days ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് EDTA. ഇനി രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്ന ആൻറ്റികൊയാഗുലൻ്റ്, കെമിക്കൽ ആൻറ്റികൊയാഗുലൻ്റ് ആണ് സിട്രേറ്റ്. അപ്പോൾ സിട്രേറ്റ് തന്നെ 2 തരമുണ്ട്. ട്രൈ സോഡിയം സിട്രേറ്റും ഉണ്ട്, ഡൈ സോഡിയം സിട്രേറ്റും ഉണ്ട്. ട്രൈ സോഡിയം സിട്രേറ്റിനെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം? 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് 3.8 gram ട്രൈസോഡിയം സിട്രേറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എത്രയാണ്? 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് 3.8 gram ട്രൈസോഡിയം സിട്രേറ്റ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വേണം നമ്മൾ ഈ ഒരു ആൻറ്റികൊയാഗുലന്റിനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 ml ബ്ലഡ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിലേക്ക് എത്രയാണ് വേണ്ടത്? ഏകദേശം 0.4 ml ആൻറ്റികൊയാഗുലൻ്റ് ആണ് ആ ഒരു ട്യൂബിലേക്ക് കോട്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ട്രൈസോഡിയം സിട്രേറ്റ് ഈ ഒരു ആൻറ്റികൊയാഗുലന്റിലേക്ക് നമ്മൾ ഡെക്സ്ട്രോസ് എന്ന ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബ്ലഡിലുള്ള നമ്മുടെ ബ്ലഡ് സാമ്പിളിലുള്ള RBCക്ക് അത് ന്യൂട്രീഷൻ കൊടുക്കുകയും, ഈ ഒരു ഡെക്സ്ട്രോസ് എന്ത് ചെയ്യും? ന്യൂട്രീഷൻ കൊടുക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലഡിനെ നമുക്ക് കുറച്ച് കൂടുതൽ ടൈം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. സോ അങ്ങനെ ഡെക്സ്ട്രോസ് വെച്ച് മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു നമ്മുടെ ട്രൈസോഡിയം സിട്രേറ്റ് ആൻറ്റികൊയാഗുലന്റിനെ നമുക്ക് എന്ത് പറയാം? ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് എന്ന് പറയാം, ACD. വാട്ട് ഈസ് ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ്? എന്താണ്? നമ്മുടെ ട്രൈസോഡിയം സിട്രേറ്റിലേക്ക് നമ്മൾ ഡെക്സ്ട്രോസ് എന്ന ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ആ ഒരു ആൻറ്റികൊയാഗുലന്റിനെ നമുക്ക് ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് എന്ന് പറയാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡെക്സ്ട്രോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? നമ്മുടെ RBCക്ക് ന്യൂട്രീഷൻ കൊടുക്കാനും സച്ച് ദാറ്റ് ആ ഒരു ബ്ലഡിൻ്റെ സ്റ്റോറേജ് പീരീഡ് കൂടുതലാക്കാനും നമുക്കത് സഹായിക്കുന്നു. സോ ട്രൈസോഡിയം സിട്രേറ്റിലേക്ക് സിട്രിക് ആസിഡ് അതിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡെക്സ്ട്രോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ EDTA ഡ്രൈഡ് ഫോമിലാണ് യൂസ് ചെയ്തതെങ്കിൽ ട്രൈസോഡിയം സിട്രേറ്റ് ഡ്രൈ ആക്കൊന്നും വേണ്ട, നമ്മൾ സൊല്യൂഷൻ ഫോമിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് സ്റ്റോറേജ് പീരീഡ് കൂടുതലാണ്. ബ്ലഡ് ട്രൈസോഡിയം സിട്രേറ്റുമായിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 21 days വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. സെയിം ഫോർ ഡൈസോഡിയം സിട്രേറ്റ്. ഡൈസോഡിയം സിട്രേറ്റും ഈ കാര്യങ്ങൾ സെയിം ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്?
ഡെക്സ്ട്രോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഡൈസോഡിയം സിട്രേറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ബഫറിങ് ആക്ഷൻ ഉണ്ട്, ഒരു ബഫറായിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒപ്പം ഡെക്സ്ട്രോസ് ആഡ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യുന്നു, അത് RBCക്ക് നറിഷ്മെന്റ് കൊടുക്കുന്നു. പിന്നെ ഡൈസോഡിയം സിട്രേറ്റ് നമ്മൾ സൊല്യൂഷൻ ഫോമിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബ്ലഡ് മിക്സ് ചെയ്ത് ഡൈസോഡിയം സിട്രേറ്റുമായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്ലഡിനെ നമുക്ക് 21 ഡേയ്സ് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം അത് രണ്ടിനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു സിട്രേറ്റ് അല്ലെങ്കിൽ സോഡിയം സിട്രേറ്റ് എന്ന ഈ രണ്ട് സിട്രേറ്റ് കേട്ടോ, രണ്ടും നമ്മൾ കാണുന്നത് ബ്ലൂ കളർ ആയിരിക്കും. അപ്പോൾ സിട്രേറ്റ് വെച്ചിട്ടുള്ള ആന്റികോയാഗുലന്റ് കോട്ടർ ട്യൂബ്സിന്റെ ടോപ്പിന്റെ കളർ എന്തായിരിക്കും, ബ്ലൂ കളർ ആയിരിക്കും കേട്ടോ. ഇനി എങ്ങനെയാണ് സിട്രേറ്റ് ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിന് റിമൂവ് ചെയ്തിട്ട് തന്നെയാണ്, അതായത് കാൽഷ്യത്തിന്റെ പ്രസിപ്പിറ്റേഷൻ നടത്തിയിട്ട് അതിന് ഒരു അവിടെ അവൈലബിൾ അല്ലാത്ത ഒരു നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ ബ്ലഡിന് യൂസ് ചെയ്യാൻ പറ്റാത്ത ഫോമിലേക്ക് ആക്കി മാറ്റും. അങ്ങനെയാണ് കാൽഷ്യത്തിന് ചേഞ്ച് ചെയ്യുന്നത്. സോ അവിടെ കാൽഷ്യം കൊയാഗുലേഷൻ നടക്കാൻ അവിടെ കാൽഷ്യം അവൈലബിൾ ആകത്തില്ല. ഓക്കെ, ഇനി ഈ ഒരു സിട്രേറ്റ് നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക ട്രഡീഷണലി ചെയ്യുന്ന വെസ്റ്റേൺ ഗ്രൻ മെത്തേഡ് വഴി ചെയ്യുന്ന ESRന് വേണ്ടിയിട്ട് ഈ ഒരു സിട്രേറ്റ് ആന്റികോയാഗുലന്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ രണ്ടാമത്തെ ആന്റികോയാഗുലന്റ്. ഇനി മൂന്നാമത്തെ ആന്റികോയാഗുലന്റ് ആണ് സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ്. എന്താണ് CPD, സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ്. ഇതങ്ങനെ കോമൺലി യൂസ് ചെയ്യില്ല, ബിക്കോസ് ഇത് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണ്, ഉണ്ടാക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു സൊല്യൂഷന്റെ pH അഡ്ജസ്റ്റ് ചെയ്യാനും എന്താണ് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആന്റികോയാഗുലന്റ് അല്ല. ഇനി ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ ആന്റികോയാഗുലന്റും നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഡിസ്റ്റിൽഡ് വാട്ടറിലാണ്. പക്ഷെ സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസിൽ സിട്രേറ്റിനെ ഡിസോൾവ് ചെയ്യുന്നത് ഫോസ്ഫേറ്റ് ബഫറിലാണ്. അതൊരു ഡിഫറൻസ് ആണ് മറ്റ് ആന്റികോയാഗുലൻസിൽ നിന്നും. പിന്നെ ഇതിൽ നമ്മൾ ഡെക്സ്ട്രോസ് ആഡ് ചെയ്യുന്നുണ്ട്, അത് എന്ത് ചെയ്യുന്നു, സെൽസിന് ന്യൂട്രീഷൻ കൊടുക്കുന്നു. ഇതിൻ്റെയും സ്റ്റോറേജ് പീരീഡ് വരുന്നത് 21 ഡേയ്സ് തന്നെയാണ്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നാമത്തെ ആന്റികോയാഗുലന്റ്. ആൻഡ് ലാസ്റ്റ് കെമിക്കൽ ആന്റികോയാഗുലന്റ് ആണ് ഓക്സലേറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ഓക്സലേറ്റ് എന്നും പറയാം. ഡബിൾ ഓക്സലേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് 1.2 ഗ്രാം അമോണിയം ഓക്സലേറ്റും അതേപോലെ 0.8 മില്ലി പൊട്ടാസ്യം ഓക്സലേറ്റും കൂടിയിട്ട് 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡബിൾ ഓക്സലേറ്റ് എന്ന ആന്റികോയാഗുലന്റിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ്, 1.2 ഗ്രാം അമോണിയം ഓക്സലേറ്റും 0.8 ml പൊട്ടാസ്യം ഓക്സലേറ്റും, ഇത് രണ്ടും കൂടെ നമ്മൾ ഇതിലേക്കാണ് ആഡ് ചെയ്യുന്നത്, 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഈ ഒരു ആന്റികോയാഗുലന്റിനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇനി 2 ml ബ്ലഡ് സാമ്പിളിലേക്ക് നമുക്ക് ആകെ ആവശ്യം വരുന്നത് 0.2 മില്ലി ഓക്സലേറ്റ് മാത്രമാണ്. മറ്റ് ആന്റികോയാഗുലൻസ് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കുറവാണ് നമുക്ക് ഡബിൾ ഓക്സലേറ്റിന്റെ ആവശ്യം വരുന്നത്. പക്ഷേ ഈ ഒരു ഓക്സലേറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ബ്ലഡ് നമ്മൾ കുറച്ച് കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ ബ്ലഡിലുള്ള സെൽസിൻ്റെ ഒക്കെ സ്ട്രക്ചർ അവിടെ ഡിസ്റ്റർബ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ബ്ലഡ് സാമ്പിൾ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ബിലിറൂബിൻ എസ്റ്റിമേഷന്, പ്രോത്രോംബിൻ ടൈം ടെസ്റ്റിന്, അതേപോലെ പാക്ഡ് സെൽ വോളിയം അതിന്, അതേപോലെ ബ്ലഡ് സെൽസ് എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു ഓക്സലേറ്റ് എന്ന ആന്റികോയാഗുലന്റ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ EDTA പോലെ തന്നെ ഇതും നമ്മൾ ഡ്രൈഡ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹോട്ട് എയർ ഓവനിൽ ഓവർനൈറ്റ് ഫുൾ ഒരു 12 മണിക്കൂർ വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ആന്റികോയാഗുലന്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അത്രയാണ് ഡബിൾ ഓക്സലേറ്റിൻ്റെ കാര്യം വരുന്നത്. അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 കെമിക്കൽ ആന്റികോയാഗുലൻസ് വരുന്നത്. EDTA, സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ്, പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഓക്സലേറ്റ്. ഓക്കെ, ഇത് കൂടാതെ വേറെ ഫ്ലൂറൈഡ്, സോഡിയം ഫ്ലൂറൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആന്റികോയാഗുലൻസ് ഉണ്ട് കേട്ടോ. Now we are moving to the രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആന്റികോയാഗുലന്റ് ആയിട്ടുള്ള ബയോളജിക്കൽ ആന്റികോയാഗുലന്റ് ആണ്. ആന്റികോയാഗുലൻസ് കെമിക്കൽ ആന്റികോയാഗുലന്റ് ഉണ്ട്, ബയോളജിക്കൽ ആന്റികോയാഗുലന്റ് ഉണ്ട്. ബയോളജിക്കൽ ആന്റികോയാഗുലന്റ് ഒരു ആന്റികോയാഗുലന്റ് മാത്രമേ ഉള്ളൂ, അതാണ് നമ്മുടെ ഹെപ്പാരിൻ. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ ബോഡിയിൽ കാണുന്ന ആന്റികോയാഗുലന്റ് ആണ് ഹെപ്പാരിൻ. ബോഡിയിൽ കാണുന്നതായതുകൊണ്ടാണ് ഇതിന് ബയോളജിക്കൽ ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ആന്റികോയാഗുലന്റിനെ നമ്മൾ ലബോറട്ടറീസിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതല്ല, അതുകൊണ്ടാണ് ഇതിനെ ബയോളജിക്കൽ ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത്. ഇനി ഹെപ്പാരിനെ നമ്മൾ എന്തിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ലീച്ചിൽ നിന്നുമാണ്. നമ്മുടെ അട്ടയൊക്കെ ഇല്ലേ,
അതിൽ നിന്നുമാണ് ഹെപ്പാരിൻ എന്ന ആൻറ്റി കൊയാഗുലൻ്റ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻറ്റി കൊയാഗുലൻറ്റിനെ നമുക്ക് ലാബിൽ, അതായത് നമുക്ക് ബ്ലഡ് സാമ്പിൾസ് വെച്ചിട്ട് അതിൽക്കും യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും എന്താണ്, ഇതൊരു ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഹെപ്പാരിൻ അടങ്ങിയിട്ടുള്ള ട്യൂബിലാണെങ്കിൽ അതിൻ്റെ ടോപ്പിൻ്റെ കളർ എന്തായിരിക്കും, ഗ്രീൻ കളർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഗ്രീൻ കളേർഡ് ട്യൂബ് ആണെങ്കിൽ അതിനർത്ഥം അതിലുള്ള ആൻറ്റി കൊയാഗുലൻ്റ് ഏതാണ്, ഹെപ്പാരിൻ ആണ് എന്നുള്ളതാണ്. ഇനി ഹെപ്പാരിൻ യൂസ് ചെയ്യേണ്ട കോൺസെൻട്രേഷൻ എത്രയാണ്, 1 milliliter ഓഫ് ബ്ലഡിലേക്ക് 10 to 15 യൂണിറ്റ്സ് ഹെപ്പാരിൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 1 milliliter ഓഫ് ബ്ലഡിലേക്ക് 10 to 15 യൂണിറ്റ്സ് ഓഫ് ഹെപ്പാരിൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഹെപ്പാരിൻ എങ്ങനെയാണ് ആൻറ്റി കൊയാഗുലൻ്റ് ആവുക എന്ന് പറയുമ്പോൾ അത് ആൻറ്റി ത്രോംബിൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്തായിട്ടാണ്, ആൻറ്റി ത്രോംബിൻ. ഇനി എന്താണ് ആൻറ്റി ത്രോംബിൻ എന്ന് പറഞ്ഞാൽ, ത്രോംബിൻ എന്ന ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫാക്ടറാണ് ത്രോംബിൻ. ത്രോംബിനെ ഇനാക്ടിവേറ്റ് ആക്കുന്ന ആളാണ് ആൻറ്റി ത്രോംബിൻ. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ ത്രോംബിൻ, ആൻറ്റി ത്രോംബിൻ. സോ ത്രോംബിനെ ആക്ടിവേറ്റ് ആക്കുന്ന ആളാണ് ആര്, ആൻറ്റി ത്രോംബിൻ. ആ ആൻറ്റി ത്രോംബിൻ ആയിട്ടാണ് ഹെപ്പാരിൻ ആക്ട് ചെയ്യുന്നത്. അതായത് ഹെപ്പാരിൻ എന്താണ് ചെയ്യുന്നത്, ത്രോംബിനെ അവിടെ ഇനാക്ടിവേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ത്രോംബിനെ ഇനാക്ടിവേറ്റ് ആക്കുന്നത്, ഹെപ്പാരിൻ പോയിട്ട് ആൻറ്റി ത്രോംബിൻ 3 എന്ന മോളിക്യൂളുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. അങ്ങനെ ആൻറ്റി ത്രോംബിൻ 3ന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ത്രോംബിന്റെ ആക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഹെപ്പാരിൻ ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി ഹെപ്പാരിൻ നമുക്ക് ഏതൊക്കെ ടെസ്റ്റിന് യൂസ് ചെയ്യാം, ഓസ്മോട്ടിക് ഫ്രജൈലിറ്റി ടെസ്റ്റിന് യൂസ് ചെയ്യാം, ESR എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റിന് യൂസ് ചെയ്യാം, പാക്ക്ഡ് സെൽ വോളിയം PCVക്ക് യൂസ് ചെയ്യാം. അതേപോലെ മറ്റ് ഹെമറ്റോളജിയിൽ ചെയ്യുന്ന മറ്റ് ടെസ്റ്റുകൾക്കും നമുക്ക് ഹെപ്പാരിൻ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മൾ ഇപ്പോൾ ക്ലോട്ടിംഗ് ടൈം, മറ്റ് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്യൂബാണ് കാപ്പിലറി ട്യൂബ്. വളരെ ഈളായിട്ടുള്ള ഒരു ട്യൂബാണ് കാപ്പിലറി ട്യൂബ്. ഈ ബ്ലഡ് ക്ലോട്ടിംഗ് ടെസ്റ്റൊക്കെ ചെയ്തവർക്ക് അറിയണ്ടാവും എന്താ കാപ്പിലറി ട്യൂബ് എന്ന്. അപ്പോൾ കാപ്പിലറി ബ്ലഡ് കളക്ഷൻ ട്യൂബിലും നമ്മൾ കോട്ട് ചെയ്യുന്ന ആൻറ്റി കൊയാഗുലൻ്റ് ഏതാണ്, ഹെപ്പാരിൻ ആണ് മിക്കതും നമ്മൾ കോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അതേപോലെ ബ്ലഡ് ഗ്യാസസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ടെസ്റ്റിലും നമുക്ക് ഹെപ്പാരിൻ ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, നമ്മുടെ ബയോളജിക്കൽ ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ടുള്ള ഹെപ്പാരിനെ കുറിച്ചിട്ട്. ബയോളജിക്കൽ ആൻറ്റി കൊയാഗുലൻ്റ് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, അതാരാണ്, ഹെപ്പാരിൻ ആണ് കേട്ടോ. തെറ്റിക്കാതിരിക്കുക, മറക്കാതിരിക്കുക. ഹെപ്പാരിൻ ഇസ് ദ ഓൺലി ബയോളജിക്കൽ ആൻറ്റി കൊയാഗുലൻ്റ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ആൻറ്റി കൊയാഗുലൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലൊന്നൊരു എന്ത് ചെയ്യാം, ഒരു സമറൈസേഷൻ പോലെ നോക്കാം. അപ്പോൾ നമ്മുടെ ട്യൂബിൻ്റെ ടോപ്പിൻ്റെ കളർ റെഡ് ആണെങ്കിൽ ആ ഒരു ട്യൂബിൽ എന്തുണ്ടായിരിക്കില്ല, ആൻറ്റി കൊയാഗുലൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിൽ നമ്മൾ ബ്ലഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബ്ലഡ് കിട്ടും, ക്ലോട്ടഡ് ബ്ലഡ് കിട്ടുന്നു. ക്ലോട്ടഡ് ബ്ലഡ് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം, ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റിൽ യൂസ് ചെയ്യാം, സെറോളജിയിൽ യൂസ് ചെയ്യാം, കെമിസ്ട്രിയിൽ, ബ്ലഡ് ബാങ്കിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ടൈം ആവശ്യം, അരമണിക്കൂറാണ് ആവശ്യമുള്ളത്. അതിനുശേഷം അതെടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സെൻട്രിഫ്യൂജ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന മേലത്തെ ഫ്ലൂയിഡ് എന്തായിരിക്കും, സിറം ആയിരിക്കും. ഓക്കെ, സിറമും പ്ലാസ്മയും എന്താണ് എപ്പോഴും ഓർത്ത് വെക്കുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് തെറ്റിക്കുന്ന കാര്യമാണ് സിറം, പ്ലാസ്മ. ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫ്ലൂയിഡ് ആണ് സിറം. പ്ലാസ്മ നമ്മൾ ബ്ലഡ് ആൻറ്റി കൊയാഗുലൻ്റ് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫ്ലൂയിഡ് ആണ് പ്ലാസ്മ. ഓക്കെ, ഇനി നമ്മുടെ ബ്ലഡ് കളക്ഷൻ ട്യൂബിൻ്റെ മൂടിയുടെ കളറ് ലാവെൻഡർ ആണെങ്കിൽ അതിലുള്ള ആൻറ്റി കൊയാഗുലൻ്റ് EDTA ആയിരിക്കും. സോ നമുക്ക് ആ ഒരു ബ്ലഡ് വെച്ചിട്ട് ഹെമറ്റോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്യാം. HbA1c ടെസ്റ്റ് ചെയ്യാം. HbA1c ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ 3 മാസത്തെ അയാളുടെ ബ്ലഡ് ഷുഗർ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് HbA1c ടെസ്റ്റ്. നമ്മൾ ഡയബറ്റീസ് പേഷ്യൻറ്റിനൊക്കെ എപ്പോഴും ചെയ്യുന്ന ടെസ്റ്റാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരാളുടെ 3 മാസത്തെ അയാളുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ EDTA ബ്ലഡ് EDTA കോട്ട് ചെയ്ത ട്യൂബിലേക്ക് ബ്ലഡ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു 6 to 8 തവണ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിപ്പോൾ ഏത് ആൻറ്റി കൊയാഗുലൻ്റ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ.
ഇനി അടുത്തത് ഗ്രേ കളേർഡ് ട്യൂബ് ആണെങ്കിൽ, ടോപ്പിന്റെ കളർ ഗ്രേ ആണെങ്കിൽ അതിലുള്ള ആന്റി കൊയാഗുലന്റ് ഏതാണ്? ഫ്ലൂറൈഡ് ആണ്. ഈ ഫ്ലൂറൈഡ് വെച്ചിട്ടുള്ള ആന്റി കൊയാഗുലന്റ് വെച്ചിട്ടുള്ള ട്യൂബ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാനാണ് കേട്ടോ, ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ആൽക്കഹോൾ ടെസ്റ്റിനും. പിന്നെ നെക്സ്റ്റ് ഇനി ബ്ലൂ കളർ ആണെങ്കിൽ അതിനർത്ഥം ഏതാണ്? അത് സിട്രേറ്റ് ആണ്. അതിലുള്ള ആന്റി കൊയാഗുലന്റ് നമ്മൾ മെയിൻ ആയിട്ട് കൊയാഗുലേഷൻ സ്റ്റഡിക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് നോക്കൂ, ഗ്രീൻ ആണെങ്കിൽ ഏതായിരിക്കും അതിലുള്ള ആന്റി കൊയാഗുലന്റ്? ഹെപ്പാരിൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ഏതിനൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതാണ്. ഇനി സിട്രേറ്റ് തന്നെ ബ്ലാക്കിൽ അവൈലബിൾ ആണ്. ഈ ബ്ലാക്കിൽ എന്തുണ്ട്? സിട്രേറ്റ് ഉണ്ട്. അത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക ESR ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് എന്തൊക്കെയാണ്? ബ്ലഡ് സാമ്പിളിൻ്റെ ഹാൻഡ്ലിങ്ങും സ്റ്റോറേജും ട്രാൻസ്പോർട്ടും പിന്നെ ആൻറ്റി കൊയാഗുലൻസും ആണ് പഠിച്ചത്. അപ്പോൾ ഇതോടെ കൂടെ നമ്മുടെ ബ്ലഡ് കളക്ഷൻ അതേപോലെ പ്രോസസ്സിങ് ആൻഡ് ആൻറ്റി കൊയാഗുലൻസ് എന്ന ടോപ്പിക്കും തീരുവാണ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ വേറൊരു പുതിയ ടോപ്പിക്കും അടുത്ത ഒരു ബോഡി സ്പെസിമെൻ അല്ലെങ്കിൽ മറ്റേതൊരു സ്പെസിമെൻ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും താങ്ക് യു.